ഹായ്, ആദ്യം തന്നെ ഒരു കാര്യം പറയാം. നിർബന്ധമായും ഹെഡ്സെറ്റ് വെക്കണം. നിങ്ങളെ അടുത്ത് കുട്ടികളില്ല എന്ന് ഉറപ്പുവരുത്തണം. കാരണം ഫസ്മീന രംഗത്ത് വന്നിട്ടുണ്ട്. വൃത്തികെട്ട വാക്കുകളാണ് ഫസ്മീന പറയുന്നത്. അത് ഞാൻ വെച്ചു തരാം. അതായത് എന്തുകൊണ്ടാണ് തൊപ്പിയുമായി ബ്രേക്ക് ആയത്, ആ കാരണം ഫസ്മീന ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചു തരാം. അതിനുശേഷം ഈ പൊന്നു പെൺകുട്ടി നടുങ്ങുന്ന ഞെട്ടിക്കുന്ന ചില വിവരം പുറത്തുവിടുന്നുണ്ട് ഈ മമ്മുവിനെ കുറിച്ചിട്ടൊക്കെ. അതും ഞാൻ വെച്ചു തരാം. നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം. ഓക്കെ, ആദ്യം തന്നെ ഒരു കാര്യം പറയാം. പൊന്നു മനുഷ്യന്മാരെ, നന്ദിയില്ലാത്ത പന്നികളാര്, ആദ്യം തന്നെ പറഞ്ഞു ഹെഡ്സെറ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ തെറി വിളിക്കും. നന്ദിയില്ലാത്ത പന്നികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതാണ് തൊപ്പിയുടെ അടുത്തുള്ള ഈ മമ്മും ബാക്കിയുള്ള വൃത്തികെട്ട നായ്ക്കളുമൊക്കെ. അതായത് തൊപ്പിയുടെ കയ്യിൽ നിന്ന് എല്ലാം മേടിച്ച് കഴിച്ചിട്ട് ഈ നായിൻ്റെ മക്കൾക്ക്, അതായത് യൂട്യൂബിൽ നിന്ന് നല്ല വരുമാനമൊക്കെ കിട്ടാൻ തുടങ്ങുമ്പോൾ തൊപ്പിയെ ഈ വൃത്തികെട്ട ജന്തുക്കൾ ഒറ്റുന്നു. അതായത് അവർ ആ ഒരു വീഡിയോ പുറത്തിട്ടത് വലിയൊരു സ്ക്രിപ്റ്റഡ് ആയിരുന്നു. തൊപ്പി അറിയാതെ അവർ മാത്രം വൈറലാവാൻ വേണ്ടി അവർ തന്നെ തൊപ്പിയെ ബലി കൊടുക്കുകയായിരുന്നു. അത് മമ്മും കൂട്ടാളികളും സമ്മതിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ വെച്ചു തരാം. അത് നിങ്ങൾ കാണണം. ആദ്യം നന്ദിയില്ലാത്ത പന്നികൾ ആര് നിങ്ങൾക്കറിയണ്ട്. നിങ്ങൾ ഇവരാണ്, ഈ നായിൻ്റെ മക്കളാണ്. നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കണം. ഓക്കെ, വീട്ടിൽ വന്നല്ലോ ഷാജഹാന്റെ കോൺട്രവേഴ്സി സമയത്ത് ഷാജഹാൻ വീട്ടിൽ വന്നല്ലോ. അവിടെ നടന്ന സീൻ എന്താണെന്നറിയോ? ഷാജഹാൻ വീട്ടിൽ വരുന്നത് ഇങ്ങനെ ക്രീം ഇത് നക്കിയോനില്ലേ, ഞാൻ അപ്പൊ കാണുമ്പോ എന്താ കാണുന്നതെന്ന് അറിയാം. ഷാജഹാൻ വന്ന് ഞാൻ എടാ ഇവര് വന്ന് താറക്ക മുമ്പിലുണ്ട്. അപ്പുറത്ത് കുറെ നോക്കുമ്പോണ്ട് നീലക്കൂലം കൊടുക്കുന്നുണ്ട്. ഏടയാടാ വാറ ഇറങ്ങി വാടാന്ന് പറയുന്നുണ്ട്. ഞാൻ അതിനെ വിളിച്ച്, ഞാൻ എന്തോ ബെഡുമ്പോ കിടക്കും, എന്തോ ചെയ്യും, ഞാൻ അതിനെ വിളിച്ച്. എന്നിട്ട് ഞാൻ ഇവര് പുറത്ത് വന്നിട്ടുണ്ട് പറഞ്ഞു. അപ്പൊ റാംബോ ഇറങ്ങി വന്ന് എന്താ ഞാൻ പറഞ്ഞു ഇവര് പുറത്തുണ്ടാ ഷമീര ഒരു സിഗരറ്റ് എടുത്താ. ഞാൻ വിചാരിച്ച് സീന് നടക്കാൻ പോവാണ് ഇവിടെ. എന്താ ഇനി കേരളം കത്തുന്ന സീൻ നടക്കാൻ പോവാ. ഷാജഹാൻ വെല്ലുവിളിച്ചിട്ട് ഇവിടെ വരികയാണ്. നമ്മളൊക്കെ മുന്നേലാ ഉള്ളത്. ഇവൻ എന്താ ചെയ്താ അറിയാ, സിഗരറ്റ് എടുത്തിട്ട് രണ്ടാം നിലയിൽ പോയിട്ട് മമ്മൂന്റെ ഒരു ബാത്റൂം ഉണ്ട്. അതായത് മമ്മൂന്റെ ബാത്റൂം നോക്കിക്കഴിഞ്ഞാൽ ആ റോട്ടും കൂടി, അതായത് നമ്മളെ വീടിന്റെ മുമ്പ് അവിടെ വരുന്ന ആൾക്കാരെ കാണാം. അവിടെ പോയിട്ട് ഞാൻ ബേക്കറോട് ഞാൻ വെച്ച് മുകളിൽ പോയിട്ട് എന്തെങ്കിലും കമ്പിയോ എന്തെങ്കിലും എടുക്കാൻ പോവാന്ന് നോക്കുമ്പോണ്ട് അവിടെ ഒരു ബക്കറ്റ് തിരിച്ചിട്ട് ഞാൻ വെച്ച് ഇനിയിപ്പോ ബക്കറ്റ് എടുത്ത് അടിക്കാൻ പോവാണോ. ബക്കറ്റ് തിരിച്ചിട്ട് അതിന്റെ മുകളിൽ കയറി നിന്നിട്ട് സിഗരറ്റ് വെച്ചിട്ട് ഞാൻ വെച്ച് റാംബോ എന്താ ചെയ്യണ്ടേ, എന്താ ചെയ്യാ, ഞാനത് നോക്കിയത് എന്താ ചെയ്യാ. ഞാൻ പറഞ്ഞു അടി തോക്കെങ്കിലും ഇല്ല, അതെല്ലാം എടുത്തിട്ട് അത് അങ്ങനെ വെടി ഒന്നും വെക്കാനൊന്നും പറ്റൂല. അത് വെറുതെ ഇങ്ങനെ തൂക്കിട്ട് അടക്കാനേ പറ്റൂ. എന്തെങ്കിലും ചെയ്, ഇപ്പൊ ആരും അനങ്ങല്ല, ആരും അനങ്ങല്ല. ഇങ്ങനെ പറഞ്ഞിട്ട് എന്നിട്ട് പറയാ പിറ്റേ ദിവസം പോയിട്ട് നീ അത് ഷാജഹാന് രാത്രി പറഞ്ഞ വീട് പൂട്ടിട്ടതിന്റെ മുമ്പിൽ ആർക്കും വരാനാവും, അതേതാണ് മറ്റേതാണ്. എന്നിട്ട് പിന്നെ നമ്മളിവിടെ അല്ലാണ്ടായി പോയി അങ്ങനെ കയറ്റി ഉണ്ടാക്കിയാനെ ഓനെ വാണം വിട്ടോല. നാണമുണ്ടോ, ഉളുപ്പുണ്ടോ? അതായത് ഈ വൃത്തികെട്ട നായ്ക്കൾ തൊപ്പിയുടെ കയ്യിൽ നിന്ന് കഴിച്ചിട്ട് തൊപ്പി കൊടുക്കുന്ന നക്കാപ്പിച്ച മേടിച്ചിട്ട് പറയുകയാണ് ഷാജഹാൻ വന്നപ്പോൾ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് തൊപ്പിയെ തല്ലാനെന്ന് ഷാജഹാൻ പോയത്. അപ്പോൾ തൊപ്പി ഇങ്ങനെ ഉളുപ്പില്ലായ്മ പറയാൻ നാണമില്ലേ? എന്തില്ലെങ്കിലും ഒരു ദിവസമെങ്കിലും തൊപ്പിയുടെ ചോറ് നീയൊക്കെ കഴിച്ചിട്ടില്ല വൃത്തികെട്ടം കൂടിപ്പോ ഞാൻ പറഞ്ഞാലൊക്കെ. അതിനുശേഷം ഈ നായിൻ്റെ മക്കള്, ഞാൻ ആദ്യം തന്നെ പറഞ്ഞിനു ഹെഡ്സെറ്റ് വെക്കണമെന്ന്. ആരും ഒന്നും പറയല്ല. ഈ ഒരു വീഡിയോ ഇങ്ങനെ മാത്രം റിയാക്ട് ചെയ്യണം. കാരണം നാളെ എനിക്കും വരും. ഈ വണ്ടിയിൽ ഒരുത്തരം ഞാൻ വിശ്വസിച്ചിട്ട് ഇവിടെ ഇരുത്തിയാൽ നാളെ എനിക്കും വരും. അതുകൊണ്ട് ഇന്നത്തോടെ ഇത് നിർത്തണം. ഈ പിന്നിൽ നിന്ന് ചതിക്കുന്നത് ഇന്നത്തോടെ നിർത്തലാക്കണം. അതിനുശേഷം ഈ വൃത്തികെട്ട തെമ്മാടി കരഞ്ഞുകൊണ്ട് ഞങ്ങൾ തൊപ്പിയെ ചതിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. അതും നിങ്ങളൊന്ന് കേൾക്കണം. ഓക്കെ, രമേശ് സാറെ നിങ്ങൾ ഇതിൽ ഏറ്റെടുക്കണം. കാരണം എന്ന് വെച്ചാൽ ആളുകൾ, ചെറിയ കുട്ടികളടക്കം എന്റെ വീഡിയോ കണ്ടിട്ട് വൈതെറ്റുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവൻ അല്ലാണ്ട് കുറെ ആൾക്കാർക്ക് വയറ്റിലുണ്ട്. പിന്നെ ഓപ്പൺ ആയിട്ട് ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾ ഇപ്പൊ ദുബായിൽ നിന്ന് വിളിച്ചിന് ഒരാൾ വിളിച്ച് നമുക്ക് എന്തോ ബാക്കി കിട്ടുമെന്ന് വിചാരിച്ചു. ഒരു പ്രൂഫ് എന്താണെന്നറിയാം, ഒരു ദുബായിൽ പ്രൊമോഷൻ ഞാൻ ഷമീറായിട്ട് കാണിച്ചെന്നില്ലേ, പ്രൊമോഷൻ പോയിട്ട് അവിടുന്ന് CCTV ഫൂട്ടേജ് ഉണ്ട്. ഈ എല്ലാവർക്കും പൈസയാണ് വേണ്ടത്. അവസാനം എന്താക്കിയെന്നറിയാം, ചങ്ങായി പറഞ്ഞ് 25,000 രൂപ തരാം. നമ്മൾ പറഞ്ഞാൽ പിന്നെ ഒരു 30,000 രൂപ തരാൻ നമ്മൾ പറഞ്ഞു പോയി. ഗതികോടുണ്ട്, വെറുതെ മേടിച്ച് കൊടുക്കാം നമുക്ക്. എന്നിട്ട് അവസാനം ഡീലാക്കി തോന്നുന്നു, അതിന്റെ ഫൂട്ടേജ് കിട്ടിയില്ല. നിയാദ് എവിടുന്നെങ്കിലും ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതിന്റെ എന്തെങ്കിലും CCTV ഫൂട്ടേജോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുത്തേ എനിക്കൊന്ന് അയച്ചാ. എന്റെ ഉമ്മ തന്നെ രാത്രി 3 മണിക്ക് വിളിച്ച് കരഞ്ഞു. എന്റെ അനിയത്തിയോ ഓൾ കോളേജിൽ പോകുമ്പോൾ അവർക്ക് വൃത്തിക്ക് പോകാനാവുന്നില്ല. എന്താ ഞാൻ ഇന്ന് വരെ ഒരു സാധനം യൂസ് ചെയ്തിട്ടില്ല. എന്നെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഞാൻ കരയുമെങ്കിൽ വിചാരിക്കും ഇതിനു വേണ്ടി പറയുന്നത്. എന്റെ ഉമ്മ സത്യം ഞാൻ അങ്ങനല്ല. കരഞ്ഞിട്ട് നിങ്ങൾ മനസ്സ് കലക്കണ്ടിട്ട് പറയുന്നില്ലടാ. നമുക്ക് വേറെ വഴിയില്ല. കാരണം വെച്ചാൽ നമ്മുടെ അടുത്ത് പൈസ കാര്യങ്ങളൊന്നുമില്ല. iPhone ആകെ എന്റെ അടുത്തുള്ള ഇത് ഞാൻ ഇതിനു വേണ്ടിയിട്ട് അടക്കാണ് ഞാൻ ഡയറക്ടർ അടുത്ത് പോയി
പോയിട്ട് ഞാൻ പറഞ്ഞു സാറേ എന്തെങ്കിലും ഒന്ന് ഇതിൽ നിന്ന് കിട്ടിയിട്ടെങ്കിലും വലിയ ഉപകാരമായി പോകുന്നത് ഞാൻ പറഞ്ഞത്. ഇത് കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇവർക്ക് ഒരു ദിവസം 300 സംതിങ് റുപ്യാണ് ആദ്യം പൈസ ഇത് കിട്ടിയത്. ഇവർക്ക് 800 റുപ്യ കിട്ടിയത്, എനിക്ക് 1000 സംതിങ് റുപ്യാണ് ഇത് കിട്ടിയത്. അത് എന്താണ് തെറ്റ്? അവൾ അത്രയും 5-6 മാസം നിന്നിട്ട് എന്താണ് പറഞ്ഞത് ജാസിക്ക് പ്രൊമോഷൻ. എടാ ഞാൻ സത്യം പറയാം, ഞാൻ ആകെ ചെയ്തൊരു തെറ്റെന്താണെന്നറിയോ? എടാ ഞാൻ ഒരു കാര്യം പറയാം, ഈ നായി ഇപ്പൊ കരഞ്ഞല്ലോ, ഇത് എന്തിന് കരഞ്ഞു എന്ന് ഒരു വീഡിയോ ഞാൻ വെച്ച് തരാം. ഈ വൃത്തികെട്ട നായ്ക്കൾ എന്തിന് കരഞ്ഞു എന്ന് ഓർത്ത് വെച്ചോളൂ. ഈ വീഡിയോ ഇപ്പോൾ ഏകദേശം 5 മിനിറ്റിനടുത്തായി. ഒരു 8 മിനിറ്റ് ആവുമ്പോൾ ഈ വൃത്തികെട്ട നായി എന്തിനാണ് കരഞ്ഞത് എന്ന്, അത് സ്ക്രിപ്റ്റഡ് ആയിരുന്നോ എല്ലാം ഫേക്ക് ആയിരുന്നോ അത് തെളിയിക്കുന്ന ഒരു വീഡിയോ ഞാൻ വെച്ച് തരാം. എൻ്റെ പൊന്നു മനുഷ്യന്മാരെ, ഇവനൊക്കെ അതിനുശേഷം ഈ ഖാദർ കരിപ്പോടിയും രംഗത്ത് വന്നിട്ടുണ്ട്. ഖാദർ കരിപ്പോടി എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ്, കാസർഗോഡുകാരനാണ്, ഞാനും കാസർഗോഡുകാരനാണ്. ഖാദർ കരിപ്പോടിയോട് ഞാൻ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും സംസാരിക്കുന്ന ഒരാളാണ്. എന്നാൽ ഖാദറിക്ക, നിങ്ങൾ ഈ ചെയ്തതും വൃത്തികേടാണ്. ഒരുത്തൻ കുടുങ്ങുമ്പോൾ അവൻ അങ്ങ് നശിച്ചോട്ടെ എന്ന് പറഞ്ഞ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് തെറ്റാണ്. ഖാദർ കരിപ്പോടി പറഞ്ഞൊരു ഭാഗം ഞാൻ സൈഡിൽ വെച്ചിട്ട് ഫസ്മീന പറയുന്നുണ്ട്, കുറേ കാര്യം ചർച്ച ചെയ്യാനുണ്ട്. ഖാദർ കരിപ്പോടിക്ക് ഒരു മറുപടി കൊടുക്കണം. എന്തിനാണ് തൊപ്പിയെ ഖാദർ കരിപ്പോടി ബലി കൊടുക്കുന്നത് എന്നും ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ആദ്യം ഖാദർ കരിപ്പോടി തൊപ്പിയെ കുറിച്ചിട്ട് പറഞ്ഞ ആ ഒരു വീഡിയോ ഒന്ന് പെട്ടെന്ന് കേട്ട് നോക്കാം. ഓക്കെ, തൊപ്പിയുടെ ഗ്യാങ് ഹൗസിനകത്ത് ലഹരി കച്ചവടം നടന്നു എന്ന് പറയുന്നത് തൊപ്പിയാണ്. ഈ വീട്ടില് ഡ്രഗ്സ് കയറ്റി, ഓക്കെ, ഡ്രഗ്സ് കേട്ടിട്ട് പിള്ളേർക്കും ഡ്രഗ്സ് കൊടുത്തിട്ട് എന്താ പരിപാടി? അതിന്റെ വീഡിയോ അതിന്റെ കയ്യിലുണ്ട്. ഇതത്ര ആൾക്കാർ ഫേക്ക് നടത്തുക, ഇത് കാണിക്കാണ്ട് വേറെ വഴി, ഇത് കാണിച്ചു കഴിഞ്ഞാൽ ചാവേണ്ടത്. ലഹരി കച്ചവടമാണ്, ഉപയോഗം മാത്രമല്ല കച്ചവടമടക്കം. ആ ലഹരി കൊടുത്ത് പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയെ ഡ്രഗ്സ് കൊടുത്ത് പീഡിപ്പിച്ചു എന്ന് പറയുന്നതും തൊപ്പിയാണ്. അതിന്റെ ദൃശ്യങ്ങൾ കൈവശമുണ്ട് എന്ന് പറയുന്നതും തൊപ്പിയാണ്. പിന്നെ എന്ത് നോക്കി നിൽക്കുകയാണ് കേരള പോലീസ്? ഈ കമന്റ് ബോക്സിൽ കേരള പോലീസിനെയും ആഭ്യന്തരമന്ത്രിയെയും മെൻഷൻ ചെയ്യുക. തൂഫാന്റെ ഭാഗമായിട്ട് ഇവരെ അറസ്റ്റ് ചെയ്യുക. പ്രഥമ ദൃഷ്ടിയാൽ NDPS ആക്ടും മയക്കുമരുന്ന് ആക്ടും അതോടൊപ്പം തന്നെ പോക്സോ ആക്ടും നിൽക്കുന്ന തെറ്റുകൾ, ഗുരുതരമായിട്ടുള്ള തെറ്റുകൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. പോക്സോ ആക്ടിൽ ആർക്ക് വേണമെങ്കിലും പരാതി കൊടുക്കാം. ഇനി ആര് കൊടുത്തില്ലെങ്കിൽ ഞാൻ പരാതി കൊടുക്കും. ഒരു കാര്യം ഖാദർ കരിപ്പോടിയോട് ഞാൻ പറയാം. പൊന്നു ഖാദർ കരിപ്പോടി, തൊപ്പി ലൈവ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മളവിടെ MDMA വലിക്കുന്നത് കണ്ടിട്ടുണ്ടോ? സിഗരറ്റ് വലിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇവിടെ തൊപ്പി പറഞ്ഞത് മമ്മു ലഹരി ഉപയോഗിച്ചത് ഞാൻ കണ്ടു, ആ സമയത്ത് ഞാൻ അടിച്ചു എന്നാണ് തൊപ്പി പറഞ്ഞത്. ലഹരി എന്ന് പറയുന്നത് ഈ ഒരു ബീഡി വലിക്കുന്നതും ലഹരിയാണ്, സിഗരറ്റ് വലിക്കുന്നതും ലഹരിയാണ്. തൊപ്പി എവിടെയും MDMA പേര് പറഞ്ഞിട്ടില്ല. ഓക്കെ, അതായത് ഒരു സിഗരറ്റ് ഞാനിപ്പോൾ ഒരു സിഗരറ്റ് വലിക്കുന്ന ലഹരിയാണ്, ലഹരി എന്നാണ് തൊപ്പി പറഞ്ഞത്. എന്ത് സാധനവും തൊപ്പി ഇതുവരെ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇപ്പോൾ ഫസ്മീന ജാക്കിറൊക്കെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ആദ്യം നമുക്ക് നേരത്തെ ആ ചങ്ങായി കരഞ്ഞല്ലോ, എൻ്റെ ഉമ്മ വിളിച്ചു, ഞാൻ ലഹരി ഉപയോഗിച്ചിട്ടില്ല, എന്തിന് കരഞ്ഞു എന്ന് ഒരു പൊന്നു പെൺകുട്ടി നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് ക്ലിയർ ആയി കൃത്യമായിട്ട് കേൾക്കണം. ഓക്കെ, ഈ ഹനാൻ കഴിഞ്ഞ 1 മാസം ഇവന്റെ അടുത്ത് ഇറങ്ങിയതിന് ശേഷം ഞാൻ ചെയ്ത 1 മാസത്തെ യൂട്യൂബ് റവന്യൂ കൊണ്ടാണ് ഈ വീടും ഇതൊക്കെ നമ്മളിപ്പോൾ തൽക്കാലം എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ അടുത്ത മാസത്തിന്റെ നമ്മൾ എല്ലാവരും ഇതാക്കിയാലൊക്കെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. കുറച്ച് ഇതാണ്, മനസ്സിലാവും, കുറച്ച് ഫിനാൻഷ്യലി നമ്മൾ നല്ല ബുദ്ധിമുട്ടിലാണ്. അതിൻ്റെ തുറന്നു പറയാം. എന്റെ പൊന്ന് ജനങ്ങളെ, ഈ മമ്മൂന്റെ കൈമ പൈസയുണ്ട്, ഇവന്റെ കൈമ പൈസയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒന്നും ഇതാക്കണ്ട. എന്റെ മേലൊന്നും ഒരു ഉറപ്പില്ല. ഞാൻ കാര്യം പറയാം, ഷമീർ ഉള്ളത് തുറന്നു പറഞ്ഞു. എന്റെ മേലൊരു ഉറപ്പില്ല. ഇവന്റെ 5ന്റെ പൈസ ഇല്ല. എന്റെ വല്ല പണിക്കുമ്പോടാ നീയൊക്കെ. ഞാൻ ഈ പറയുന്ന മമ്മൂനോടാണ് കേട്ടോ. ആമ്പിള്ളാരല്ലേ നിങ്ങള്, എന്തിനാ പിന്നെ നിങ്ങൾക്ക് ചാവടിക്കാൻ പോലും പൈസ ഇല്ലെങ്കിൽ പിന്നെ അവിടെ കയറി നിന്നെന്തോത്തിനാ? ഓക്കെ, ഈ പെൺകുട്ടി പറഞ്ഞത് ശരിയല്ലേ? ഈ നായ്ക്കൾ വലിയ ഡ്രാമയാണ്. ഈ നായ്ക്ക്, മമ്മു എന്ന നായ്ക്ക് തൊപ്പി എത്ര പ്രാവശ്യമാണ് പൈസ അയച്ചു കൊടുത്തത് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും. വീണ്ടും ആ വീഡിയോ ദൃശ്യം ഞാൻ വെച്ച് തരുന്നില്ല. ഒരു കാര്യം വിട്ടുപോയി, അത് പറഞ്ഞിട്ട് ബാക്കി വിഷയത്തിലേക്ക് കടക്കാം. ഖാദർ കരിപ്പോടിക്ക് തൊപ്പിയോട് തീർത്താ പകയുണ്ട്. അതായത് ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ ഖാദർ കരിപ്പൊടി പങ്കെടുക്കുന്നത്, സായി പങ്കെടുക്കുന്നുണ്ട്, സിജോ പങ്കെടുക്കുന്നുണ്ട്, തൊപ്പി സ്റ്റേജിൽ പാട്ട് പാടുന്നുണ്ട്, അങ്ങനെ എന്തോ ഒരു പ്രോഗ്രാമാണ്. ആ സ്റ്റേജ് പ്രോഗ്രാമിൽ തൊപ്പിയുടെ മുമ്പിൽ ഖാദർ കരിപ്പോടിയുണ്ട്. അതായത് മുമ്പിൽ ഇരുന്നിട്ട് ഖാദർ കരിപ്പോടിയും സീക്രട്ട് ഏജന്റും സിജോ. അപ്പോൾ തൊപ്പി ഇവരുടെ എല്ലാവരുടെയും പേര് വിളിച്ചിട്ട് സിജോയുടെ പേര് വിളിക്കുന്നുണ്ട്, ഈ പറഞ്ഞ സീക്രട്ട് ഏജന്റിന്റെ പേര് വിളിക്കുന്നുണ്ട്. ഖാദർ കരിപ്പോടിയുടെ പേര് മാത്രം തൊപ്പി വിളിക്കുന്നില്ല. അപ്പോൾ ഖാദർ കരിപ്പോടി അവിടെ ഖാദർ കരിപ്പോടിക്ക് അവിടെ വിലയില്ലാതായി. അതിൻ്റെ പകയാണ് മക്കളെ ഖാദർ കരിപ്പോടി വീട്ടുന്നത്, വേറൊന്നുമല്ല.
ഓക്കെ, ഞാൻ പറഞ്ഞാൽ കൂടി പോകും. ഓക്കെ, ഇപ്പോൾ ഈ പറയുന്ന ഫസ്മീന സാക്കിർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനു മുമ്പ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണണം. അതായത് മമ്മു എന്ന വൃത്തികെട്ടവൻ ബാംഗ്ലൂരിൽ ഒരു പാവം പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് തൊപ്പി പറയുന്ന ഇതിനന്വേഷിക്കണം. അവൻ ആരാണ് ലൈസൻസ് കൊടുത്തത്? അവൻ വൃത്തികെട്ട തെമ്മാടിയിൽ ഒരു പെൺകുട്ടി ഇന്റർവ്യൂ എടുത്തപ്പോൾ കുളിസീന് കാണുന്നവൻ അവൻ പറഞ്ഞിട്ടില്ലേ, ഏതോ ഒരു പാവം പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു ഈ മമ്മു. അതായത് ഈ പറയുന്ന നമ്മുടെ തൊപ്പി ഉള്ളത് കൊണ്ട് മാത്രമാണ് അന്ന് അവൻ രക്ഷപ്പെട്ടത്, ഇല്ലെങ്കിൽ അവൻ ഏതോ ജയിലിലാവേണ്ട ആളായിരുന്നു. എന്താണ് സംഭവം തൊപ്പി പറയുന്നത് പെട്ടെന്ന് നമുക്കൊന്ന് കേട്ട് വരാം. ഓക്കെ, വന്നു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്താലും എല്ലാവരും പൊട്ടനാന്ന് വിചാരിച്ച് നിൽക്കും. അതിനു വേണ്ടി നിൽക്കുന്ന ഇവൻ ഒരു പെണ്ണിനാ ബാംഗ്ലൂർ വെച്ചിട്ട് ഒരു പെണ്ണിനാ അങ്ങനെ തന്നെ കൈക്ക് പിടിച്ച് ഡോറിൻ്റെ ഉള്ളിലേക്ക് കയറ്റുക, കടി കയറിയിട്ട് കണ്ണ് കാണാണ്ടായിട്ട് ഇവന്. ഇവളെന്തോ ചിരിച്ച് കാണിക്കുക, എന്തോ ഫ്രണ്ട്ലി ആയി. ഇവള് നമ്മളെല്ലാവരുമായിട്ട് അവിടെ ഇങ്ങനെ കമ്പനി ആയിട്ട് നിൽക്കുമ്പോൾ എന്തോ ഇവനോട് നല്ല എന്തോ രീതിയിൽ എന്തോ കമ്പനി ആയതോ ചിരിച്ച് കാണിച്ചപ്പോൾ ഇവൻ കൈ പിടിച്ച് ഡോറിൻ്റെ ഉള്ളിലേക്ക് പിടിച്ച് കയറ്റി. മൊത്തം സീനായില്ലേ. എന്നോടുള്ള റെസ്പെക്ട് കൊണ്ട് മാത്രം ആ പെണ്ണ് കേസിന് പോയില്ല. ഓക്കെ, കേസിന് പോയില്ല. അത് ഞാൻ പറയല്ല, ഇപ്പം ആണെങ്കിൽ എനിക്കറിയില്ല, ഓളെ പേര് പറഞ്ഞത് ശരിയാണെന്ന് അറിയില്ല, ഓൾ ഇനി നിൽക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ ഓള് വന്ന് പറയും. ഓക്കെ, ഓള് വന്ന് പറയും. അതിന് ഞാൻ ഇവന് കൊടുത്തിട്ടുണ്ട്. ഇവൻ്റെ മോന്തൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. തന്തയില്ലായ്മ ചെയ്തതിന് മോന്തൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, തൊപ്പി പറയുന്നത് എന്തൊരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ്. നിങ്ങൾ ഇത് കേൾക്കണ്ടേ? അന്ന് പെണ്ണിനെ, അതായത് ബാംഗ്ലൂരിൽ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇതെന്ത് ചില്ലറ കളിയാണോ? തൊപ്പി ആയതുകൊണ്ട് മാത്രം, തൊപ്പിയുടെ മനസ്സിൽ നന്മയുള്ളത് കൊണ്ട് മാത്രം, നമ്മുടെ നിയമപരമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും പെണ്ണിനെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മളവിടെ സോൾവ് ചെയ്യേണ്ട ആ സമയത്ത് തന്നെ പോലീസിനെ ഏൽപ്പിക്കണം. ഓക്കെ, ആ സമയത്ത് തന്നെ നമ്മൾ പോലീസിനെ ഏൽപ്പിക്കണം. അതാണ് നടപ്പ്. പക്ഷേ തൊപ്പി ഇതൊരു നല്ല മനുഷ്യനായതുകൊണ്ട് മമ്മുവിനൊരു ലൈഫ് ഉണ്ടല്ലേ, അപ്പോൾ നമ്മുടെ ഈ തൊപ്പി പറഞ്ഞ് മനസ്സിലാക്കിയതാണ്. അതാണ് തൊപ്പിക്ക് പറ്റിയ തെറ്റൊക്കെ. ഓക്കെ, ഫസ്മീന സാക്കിർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് ഇപ്പം വെച്ച് തരാം. അതിനുശേഷം, അതായത് ഫസ്മീന പറയുന്നത് കേട്ടതിന് ശേഷം ഹെലനോസ് പാട്ട, അതായത് പറഞ്ഞത് ഇത്തിരി വിവാദമാണ്. എന്തിന് തൊപ്പിയെ സപ്പോർട്ട് ചെയ്തു ഹെലനോസ് പാട്ട ചില തെളിവുകളൊക്കെ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ആ ഒരു ഭാഗം ഞാൻ കുറച്ച് കഴിഞ്ഞ് വെച്ചു തരാം. നിങ്ങൾ ഓരോരുത്തരും അത് കാണണം. ഹെലനോസ് പാട്ട എന്തെങ്കിലും തെറ്റ് പറയുന്നുണ്ടോ നിങ്ങൾ നോക്കണം. നമുക്ക് എന്തായാലും ഈ പറയുന്ന ഫസ്മീന ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒന്നൊന്നായിട്ട് കേട്ടിട്ട് അവൾക്കുള്ള ചുട്ട മറുപടി കൊടുക്കാം. ഓക്കെ, കർമ്മ എന്ന് പറയുന്ന സംഭവം ഉണ്ടോന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷെ നിങ്ങളോട് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം അത് കറങ്ങി തിരിഞ്ഞ് അവർക്ക് അതിനുള്ളത് കിട്ടിയിരിക്കും. എന്റെ കൺമുന്നിൽ അത് കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളോട് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം വരും, കിട്ടും. എന്തൊന്നാണ് നിന്നോട് എന്ത് കർമ്മയാണ് തൊപ്പി? നിന്നെ, അതായത് എൻ്റെ പൊന്നോ ഫസ്മീനോട് ഒരു കാര്യം പറയുകയാണ്. ഫസ്മീന, തൊപ്പിയെങ്ങാലും നിന്നെയാണ് വിവാഹം കഴിക്കുന്നെങ്കിൽ അവൻ എപ്പോഴേ തൂങ്ങിച്ചാവുമായിരുന്നു, ഉറപ്പാണ്. അവൻ്റെ കഷ്ടകാലം, അവൻ്റെ എന്തോ ഒരു ഭാഗ്യത്തിന് അവൻ കുറേ അമ്മമാർക്കൊക്കെ സഹായിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ദൈവമാണ് നിന്നിൽ നിന്ന് അവനെ രക്ഷിച്ചത്. ഓക്കെ, നീ എന്ത് കർമ്മ എന്നാണ് പറയുന്നത്? അവനെ നാലാളിട്ട് ചതിച്ചു, നിനക്കും വരും. നീ എന്താണ് ചെയ്തത്? മറ്റേ ഈ പറയുന്ന ഷഫാ മെഹനു, ഞങ്ങൾക്കിടയിൽ ഷഫാ മെഹുവിന് അത് പ്രശ്നമുണ്ട് ഇത് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു മാസം നീ വീടിട്ടില്ലേ? ഒരു മാസം കഴിഞ്ഞിട്ട് ഇഷ്ടം പോലെ വ്യൂവർഷിപ്പും ഇഷ്ടം പോലെ പൈസയും കിട്ടിയതിന് ശേഷം ഷഫ എൻ്റെ ഫ്രണ്ടാണ്, മറ്റേതാണ് മറിച്ചതാണെന്ന് പറഞ്ഞിട്ട് നാണമുണ്ടോടി നിനക്ക്? ഒരു മാസം ഈ പറയുന്ന ഞാൻ ഇന്ന് ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, ഈ വീഡിയോ തീരുന്നത് വരെ ഇങ്ങനെ തന്നെയാണ്, എന്തായാലും പ്രശ്നമില്ല. അതായത് ഒരു മാസം വരെ ഈ പറയുന്ന ഫസ്മീന നമ്മളെ പറ്റിക്കുകയായിരുന്നു. ഷഫ എന്നെ അങ്ങനെ ചെയ്ത്, എൻ്റെ ഭർത്താവിനെ തട്ടിക്കൊണ്ടുപോയി, ഷഫ അങ്ങനെയുള്ളവൻ, ഷഫ ഇങ്ങനെയുള്ളവൾ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അവർ ഒന്നിക്കുകയാണ്. ഇതൊക്കെ ആർക്ക് കാണാൻ വേണ്ടിയിട്ടാണ്? ഇപ്പൊ പറയുകയാണ് കർമ്മൻ, തൊപ്പിക്ക് കർമ്മൽ. ഓക്കെ, ബാക്കിയും കൂടി കേട്ടു നോക്കാം. വെളുപ്പിന് 5 മണിക്ക് എടുക്കുന്ന വീഡിയോ ആണ്. ആൻഡ് ഇന്നലെ ഞാൻ കർമ്മ എന്ന് പറയുന്ന ഒരു വീഡിയോയെ പറ്റി പോസ്റ്റ് ചെയ്തായിരുന്നു. അപ്പൊ അതിന് താഴെ കുറെ കമന്റ്സ് വന്നു, നിനക്ക് എന്ത് യോഗ്യതയാണ് പറയാനുള്ളതെന്ന്. സോ നിങ്ങളുടെ വീട്ടിൽ വേസ്റ്റ് കൂടിയിരിക്കുന്നു, അത് കഴിഞ്ഞ് നിങ്ങളത് കൊണ്ട് കളയുന്നു, അത് ക്ലീൻ ആവുന്നു. വേസ്റ്റ് വന്നെന്ന് വിചാരിച്ച് നിങ്ങളുടെ വീട് മോശമാവണം എന്നില്ലല്ലോ, നിങ്ങളത് എടുത്ത് കളയുന്നില്ലേ? അപ്പൊ അത് ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ എന്റെ ലൈഫിൽ നിന്നാലും പോയിട്ടുണ്ടെങ്കിൽ എനിക്കത് ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ട ഇതിൽ വന്നിട്ടില്ല. എനിക്ക് അത് നല്ലൊരു കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പൊ എന്റെ ലൈഫിൽ ഇന്നയാള് പോയി, ഇന്നയാൾ ഇട്ടേച്ചു പോയി, കല്യാണം കഴിഞ്ഞ് ഇട്ടേച്ചു പോയി എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങൾ പറയുന്നത് കേൾക്കാൻ പോകുന്നില്ല. ബിക്കോസ് എനിക്കറിയാം എങ്ങനത്തെ ആൾക്കാരാണ് എന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ളതെന്ന്. സോ അറിയാത്ത കാര്യങ്ങൾ ചിലക്കാണ്ട് നിൽക്കുക. ഫസ്മീന, നീ നല്ലവളാണെങ്കിൽ നിന്നെ ഇങ്ങനെ ആരെങ്കിലും ഇട്ടിട്ട് പോവോ?
ഞാൻ വളരെ പെണ്ണായത് കൊണ്ട് മാത്രം ഞാൻ ഇവളെ വിടുകയാണ്. പൊന്നു മനുഷ്യന്മാരെ, മടുത്ത് തെറിവിളി. എൻ്റെ ലൈഫിൽ, അതായത് പണ്ട് ബിഗ് ബോസ് സമയത്താണ് ഞാനിങ്ങനെ റിയാക്ട്. ഇപ്പോൾ എല്ലാം വിട്ടതാണ്. എന്തിനാണ് ഇങ്ങനെ ബ്ലാസ്റ്റ് ആവുന്നത്, എന്തിനാണ് ഇങ്ങനെ ചൂടാവുന്നത്? സത്യസന്ധമായിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒന്ന് കാണുമ്പോൾ സത്യമായിട്ട് പറയുകയാണെങ്കിൽ ഓക്കെ, ഹെലനോസ് പാട്ട പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം. ഓക്കെ, അപ്പം ഞാൻ തൽക്കാലം നിർത്തുകയാണ്. ഹെലനോസ് പാട്ട പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം. മമ്മൂന്റെ എല്ലാം 10 തലമുറക്ക് ഇനി ജീവിക്കാനുള്ളത് ആരുണ്ടാക്കിയിട്ടുണ്ട്? തൊപ്പി ഉണ്ടാക്കി എന്നുള്ളത് ഫസ്റ്റ് വരുന്നത് പറയണേ. ഇനി വരാൻ പോകുന്നത് തൊപ്പിക്ക് ചിലപ്പം ഈ ടാക്സുകാർ വന്നിട്ട് ഈ സോസും കാര്യങ്ങളിലും അന്വേഷിക്കും. 4 തലമുറക്ക് ജീവിക്കാനുള്ളത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അത് തൊപ്പിന്റെ കഴിവ് അല്ലേ? തൊപ്പിന്റെ കഴിവ്. പിന്നെ ഇത് പക്ക സ്ക്രിപ്റ്റ് ആണ്. നീ എന്ത് പറയുന്നു? ഞാൻ ജെനുവിൻലി വിശ്വസിക്കുന്നു ഇത് സ്ക്രിപ്റ്റ് ആണ്. കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് എന്താ ഓരോ വിഷയം, ഈ പറയുന്ന മമ്മു, ഷമീർ, ജാസി ഇവരെല്ലാരും കൂടെ തൊപ്പീന്റെ അടുത്ത് വരും. തൊപ്പീന്റെ അടുത്ത് വന്നിട്ട് പറയും, നിഹാദെ ക്ഷമിക്കണം, നീ എന്നോട് ക്ഷമിക്കണം. അപ്പൊ നിഹാദ് എന്ത് പറയും? നമുക്ക് ലൈവ് ഇട്ട് തീരുമാനിക്കാം. അങ്ങനെ തൊപ്പി ഒരു ലൈവ് ഇട്ടിട്ട് പറയും, അതിന്റെ ലൈവ് ആണെന്നവർ പറയാട്ടാ, എന്നാക്കണ്ടേ ഇവരെന്താ ഡബ്ല്യൂ ഇടുന്ന് പറയും. അപ്പൊ ഓഡിയൻസിൽ ചില ആൾക്കാർ പറയും പാവങ്ങളല്ലേ, അംഗീകരിച്ചു കൊടുക്ക്. പല ആൾക്കാരും പറയും വേണ്ട, ഇനി എന്തായാലും പുകഞ്ഞ കൊള്ളി പുറത്ത്, ഒരിക്കലും അങ്ങനെ അവരെ വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ അവൻ പറയും ഭൂരിപക്ഷം ആൾക്കാരും പറയുന്നത് ഇവരോട് ക്ഷമിക്കാൻ. ഞാൻ പറയാം, ഞാൻ തൊപ്പി ഞാൻ പറയും, പിന്നെ ഭൂരിപക്ഷം ലൈവ് പറയുന്നടാ ഇവരോട് ക്ഷമിക്കാൻ പറയുന്നടാ, ക്ഷമിക്ക. നമ്മ വെറും അങ്ങനെയല്ല, ക്ഷമിക്കണം, നമുക്ക് ക്ഷമിക്കാം. ക്ഷമിക്കും വൈശു. പിന്നെ ഇവര് വീണ്ടും ഒന്നാവുന്നു, ഇവരുടെ സിനിമ റിലീസ് ആവുന്നു. അപ്പൊ അതിനൊരു പ്രൊമോഷൻസും കാര്യങ്ങളും ആവുന്നു. ലീഗലായിട്ട് മൂവ് ചെയ്യാനല്ലേ? അതെ, ഇന്നലെ വെറുതെ ലൈവില് വന്നിട്ട് പറയുന്നിട്ട് അതിന്റെ ആവശ്യമില്ല. 100% തൊപ്പിക്ക് എന്തായാലും ലീഗൽ അഡ്വൈസർ ഉണ്ടാവും. ഉണ്ടാവും. അവരുടെ അടുത്ത് എന്ത് ചോദിക്കാം നിങ്ങൾക്ക്? ഈ ഡീഫോമേഷൻ എങ്ങനെ കേസ് കൊടുക്കാം, അല്ലെങ്കിൽ ഇവരെ എങ്ങനെ കൊടുക്കാം? വേറെ വലിയൊരു കോമഡി എന്ന് വെച്ചാല് ഇപ്പൊ കേരളത്തിൽ എന്ത് നടക്കുന്നുണ്ട്? ഓപ്പറേഷൻ തൂഫാൻ. സോ അതില് പെടും ഈ പറയുന്ന എന്തൊക്കെ ഡ്രഗ്സ്, എന്തൊക്കെ തരം കോഡ് വെച്ചിട്ടാണ് ഇവർ ഉപയോഗിക്കുന്നത്. പിന്നെ എനിക്കുള്ള വേറൊരു എന്റെ വിയോജിപ്പ് ഞാൻ പറയട്ടെ. ഇപ്പൊ ഞാൻ മദ്യപിക്കുന്ന ഒരാളാണ്, നീ മദ്യപിക്കുന്ന ഒരാളല്ല. ഇപ്പോ നമ്മൾ തമ്മിലൊരു ബിസിനസ് ഡീൽ നടക്കുന്നു. അതിന് ഞാൻ ഇവിടെ ഒരു പെഗ് ഒഴിച്ചു വെച്ചിട്ട് നീ അത് മദ്യപിക്കണം എന്ന് എനിക്ക് നിർബന്ധിക്കാൻ പറ്റില്ല നിന്നെ ഒരിക്കലും. ഞാനിപ്പോ നിർബന്ധിച്ചാൽ തന്നെ നിനക്ക് വളരെ പൊളൈറ്റായിട്ട് എന്നോട് പറയാം ഞാൻ മദ്യപിക്കാറില്ല. അതല്ലെങ്കിൽ ആ ഡീല് വേണ്ട നോക്കണം. നീ വർഷങ്ങളായിട്ട് എനിക്ക് മദ്യപിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ താല്പര്യമില്ല എന്ന് തന്നെയാണ്. ബിസിനസ് മീറ്റിങ്ങിന് പോകുമ്പോൾ മദ്യപിച്ചോളണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. മദ്യപിച്ചിട്ട് അതിനൊരു ന്യായീകരണം എന്താണ്? ബിസിനസ്. അപ്പൊ എല്ലാരും ഓരോ പെഗ് ഒഴിക്കുമ്പോൾ അത് അവർക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ കംഫർട്ടോ, ഈ ബിസിനസ് ഡീലിന് പോകുന്ന നിങ്ങളുടെ കംഫർട്ടോ, ഈ ഷമീറിന്റെ എന്തോ ഈ മമ്മുമായിട്ടുള്ള എന്തോ ഒരു സംഭവം ഗേ പരിപാടികൾ എന്തോ പുറത്തു വിട്ടു, അങ്ങനെയെല്ലാം ചെയ്യും. അവർക്കതൊരു വിഷയമല്ല. കാരണം ലൈവിൽ ഇത്രയും ആൾക്കാർ കാണുമ്പോ, ഇപ്പം ഈ നിഹാദ് ആണെന്നുണ്ടെങ്കിലും ഈ മുന്നേ ഈ വരുന്ന സമയത്ത് തൊപ്പി ആയിരുന്ന സമയത്ത് ഓൻ കാണിക്കാത്ത സാധനങ്ങളില്ല. ജോളോച്ചിപ്പ് എന്തോ അല്ലേ ഓൻ ചഡീനുള്ളിട്ടത്, അങ്ങനെ ആക്കിയോനാണ്. ഈ ഷമീർ ഓനല്ലേ ലൈവില് ചഡിയിട്ട് തുള്ളിയോൻ അല്ലേ? അങ്ങനെയല്ലടാ, 100%. അപ്പൊ ഇവർക്കൊന്നും അതൊരു വിഷയമല്ല. ഇത് പുറത്തു വന്നാൽ തന്നെ ഒരു വിഷയവും ഇല്ല. ഇവൻ 1000 തെളിവ് കൊണ്ട് ഇതെല്ലാം ഒരു തെളിവായിരിക്കും. പിന്നെ വേറൊരു സംശയം എന്താണെന്ന് നിർവഹിച്ചു, നിന്റെ ഫോൺ നീ ഒരു കേസിൽ പെടുന്നില്ല, നിന്റെ പേരിൽ ഞാനൊരു കേസ് കൊടുത്തിട്ടില്ല, പിന്നെ എനക്ക് എങ്ങനെ നിന്റെ കോൾ റെക്കോർഡ്, നിന്റെ ഫോൺ ട്രേസ് ചെയ്യാൻ പറ്റും? അതെ, അത് ക്രൈം അല്ല. നിങ്ങൾ അപ്പൊ എങ്ങനെയാണ് നിഹാദിന് ഈ കോൾ റെക്കോർഡുകളെല്ലാം കിട്ടിയത്? പോലീസ് വഴിയാണോ? സൈബർ ഡോം വഴിയാണോ? ആര് വഴിയാണ് കിട്ടിയത്? ഫുള്ള് ഇവർ ടീം അടക്കം നിങ്ങൾ കുറെ ക്രൈം ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോ രണ്ടാമത്തെ കാര്യം, ഇവൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്, തൊപ്പി ചെയ്ത ഏറ്റവും വലിയ തെറ്റ്, ഇവന് മുമ്പേ അറിയാം എന്തെന്ന്, ഇവര് ഡ്രഗ് യൂസ് ചെയ്യുന്നത് അറിയാം, കുട്ടികൾക്ക് ഡ്രഗ് കലക്കി കൊടുത്ത് ഉപയോഗിക്കുന്നത് അറിയാം. എന്തുകൊണ്ട് പരാതിപ്പെട്ടില്ല? കേരള പോലീസ് നമ്മളെ ഓപ്പറേഷൻ തൂഫാൻ ടീമിനോടാണ് എല്ലായിടത്തും റൈഡിന് പോണം നിങ്ങള്, അല്ലെ? തൊപ്പിന്റെ അടുത്തും പോണം റൈഡിന്, ഈ പറഞ്ഞ ഷമീറിന്റെ അടുത്തും പോണം. പിന്നൊന്ന് എന്റെ വിയോജിപ്പ് ഞാൻ പറയാം. ഇവൻ പറഞ്ഞു മമ്മൂനെ ചവിട്ടിയതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഓൻ സ്ത്രീകളെ ഡിസ്റെസ്പെക്ട് ചെയ്തു എന്നുള്ളതാണ്. നിങ്ങളൊക്കെ ആരാണീ പറയുന്നത്? ആരാണീ പറയുന്നത്? ഈ എന്ത് സ്ട്രീമിങ്ങടാ അത്? ഒമേഗളോ അല്ല, തൊപ്പിനുണ്ടല്ലോ ലൊട്ട
മങ്കിയ അങ്ങനെ എന്തോ ഒരു സാധനം. ഇതിലെല്ലാം നിങ്ങൾ ചെയ്യുന്നതോ, സ്ത്രീകൾ ആരെങ്കിലും വരുന്ന സമയത്ത് അവരെ ഒബ്ജക്ടിഫൈ ചെയ്തിട്ട് അവരുടെ ഓരോ ബോഡി പാർട്സിനെയും നിങ്ങൾ പല പല സാധനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുന്നതോ, അത് ഡിസ്റെസ്പെക്ട് അല്ലാടാ, അതല്ല. അത് ആശാൻ അടുപ്പിലും തൂറാന്ന് പറയുന്ന പോലെയാണ് ഇവന്റെ അവസ്ഥ. നിഹാദ് ഇത്രയെല്ലാം പറഞ്ഞ സ്ഥിതിക്ക് നിഹാദിനോടായിട്ട് ഞാനൊരു കാര്യം പറയാം. നിഹാദിനോടൊന്നല്ല, എല്ലാവരോടുമായിട്ട് ഞാനൊരു കാര്യം പറയാം. ഈ പണത്തിനും ഇതേ പരുന്ത് പറക്കില്ല എന്ന് ഞാൻ കുറെ പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ഈ ഏത് സിനിമയിലാണെന്ന് അറിയില്ല, നമ്മളെ മമ്മൂക്ക ഒരു ഡയലോഗ് പറയുന്നുണ്ട്, ഈ പണം കൊടുത്താൽ കിട്ടാത്ത പലതും ഈ ഭൂമിയിലുണ്ടെന്ന് മനസ്സിലായി, സ്നേഹം, ബന്ധം, മനസ്സ്, അങ്ങനൊരു സംഭവം ഉണ്ട് നിഹാദെ. പൈസക്ക് മുകളിൽ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത കുറെ സാധനങ്ങളുണ്ട് ഈ ലോകത്ത്. അങ്ങനെ ഒന്നാണ് ഈ ബന്ധം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന റെസ്പെക്ട് എന്നൊക്കെ പറയുന്നത് നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാനൊന്നും പറ്റില്ല.